നമസ്കാരം. ഉമർ ഖാലിദ് പിന്നെ ഒരു ഷാർജിൽ ഇമാം, ഈ രണ്ടുപേരെയും ഇപ്പോൾ നമുക്കറിയാം. ഡൽഹി കലാപത്തിന് കാരണക്കാരായിട്ടുള്ള രണ്ട് യുവ നേതാക്കൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ദേശവിരുദ്ധർ, രാജ്യദ്രോഹികൾ, ജിഹാദികൾ, ആ പട്ടമാണ് അവർക്ക് കൃത്യമായിട്ടും ചേരുന്നത്. നിരവധി വേദികളിൽ അവർ ഇന്ത്യയെ വെട്ടിമുറിക്കുന്നതിനെപ്പറ്റി ഘോരഘോരം പ്രസംഗിച്ചിരുന്നു. CAA വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. ഏറ്റവും ഒടുവിൽ ഡൽഹി കലാപം ഉണ്ടായി, 50-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ ഇന്ത്യയുടെ മിടുക്കനായ ഒരു ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ തുടർന്ന് അന്വേഷണം നടത്തുകയും ഈ രണ്ടുപേർക്കും അതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിനുവേണ്ടി ഒരുപാട് കോടികൾ അവർ സമാഹരിച്ചിരുന്നു എന്നും മനസ്സിലായി. ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുകയാണ്. അയാൾക്ക് വേണ്ടി ജാമ്യത്തിനായിട്ട് പലതവണ പല കോടതിയിലും അവർ കയറിയിറങ്ങി. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി അവർക്കുള്ള ജാമ്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിഷേധിക്കുകയുണ്ടായി. ജാമ്യം കൊടുത്തില്ല. ഓർക്കുക, സുപ്രീം കോടതിയിൽ ഇവർക്ക് വേണ്ടി ഹാജരാവുന്നത് കപിൽ സിബലിനെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകരാണ്. അവരുടെ ഒരു സിറ്റിങ്ങിന് തന്നെ 20 മുതൽ 25 ലക്ഷം വരെ ആകുമെന്ന് പറയുന്നു. കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ മറ്റൊരു കേസിൽ കേരളത്തിൽ വന്നപ്പോൾ അഖില ഹാദിയ ആ കേസിൽ കപിൽ സിബൽ ഇവിടെ വന്നപ്പോൾ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് മുകളിൽ ഇവർ പിരിവ് നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും ഏതാണ്ട് വലിയ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പണമാണ് ഒരു സിറ്റിങ്ങിന് അയാൾ വാങ്ങുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ഈ ഉമർ ഖാലിദ്, ഈ ഷാർജിൽ ഇമാം, ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരുടെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഓരോ സിറ്റിങ്ങിനും ലക്ഷക്കണക്കിന് രൂപ അവർ ചെലവഴിക്കുന്നുണ്ട്. രാജ്യവിരുദ്ധനാണ് എന്ന്, ജിഹാദിയാണ് എന്ന് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ട 2 പേർക്ക് വേണ്ടി ഇത്ര അധികം പണം ആരാണ് മുടക്കുന്നത് എന്നതിനെപ്പറ്റി കൂടി ഒരു ചർച്ച ആവശ്യമല്ലേ? അത് പറയുന്നതിനൊപ്പം തന്നെ കേരളത്തിൽ കിടക്കുന്ന ചില മാധ്യമപ്രവർത്തകർ ഇവരെ പിന്തുണച്ചുകൊണ്ട് ചില പോസ്റ്റുകളും മറ്റും ഇടുന്ന കാണാം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാലത്തും അവർ പിന്തുണയ്ക്കുന്നവരുടെ പേരുകൾ മാത്രം മാറി മാറി വരും. പക്ഷേ എല്ലാവരും രാജ്യവിരുദ്ധരോ തീവ്രവാദികളോ അല്ലെങ്കിൽ ജിഹാദികളോ ആയിരിക്കും. പേര് മാത്രമേ വ്യത്യാസപ്പെടുത്തുള്ളൂ. ഏറ്റവും ഒടുവിലായിട്ട് പിന്തുണച്ചാണിത് പ്രമോദ് രാമനെ പോലെയുള്ളവർ, അബ്ജോദിനെ പോലെയുള്ളവർ. ഇവരൊക്കെ പരസ്യമായിട്ട് തന്നെ പോസ്റ്റ് ഇട്ട് പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ തോർക്കും എന്താണ് ഇവർക്കിതിലുള്ള താല്പര്യം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പണം തന്നെയാണ് ഇവർക്കിതിനുള്ള താല്പര്യം എന്ന് മനസ്സിലാവുന്നത്. കാരണം ജയിലിൽ കിടക്കുന്ന ഇവർക്ക് വേണ്ടി ഓരോ സിറ്റിങ്ങിനും കപിൽ സിബലിനെ പോലെയുള്ളവരെ സുപ്രീം കോടതിയിൽ കൊണ്ട് ഇവർക്ക് വേണ്ടി വാദിക്കാൻ നിർത്തുന്നുണ്ടെങ്കിൽ എത്രമാത്രം പണം ഇവരുടെ പിന്നിലുള്ളവർ പണം ഒഴുക്കാൻ തയ്യാറാണെന്നും ഇവരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർക്ക് അടക്കമുള്ളവർക്ക് അവർ പണം കൊടുക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ 2 പേർക്ക് വേണ്ടിയിട്ട് പരസ്യമായിട്ട് കേരളത്തിലുള്ള പ്രമോദ് രാമനും അതേപോലെ തന്നെ അബ്ജോദുമൊക്കെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുമോ എന്ന് ചിന്തിക്കണം. അപ്പോൾ പണം കിട്ടിയാൽ സ്വന്തം മാതാവിനെയാണെങ്കിലും തള്ളിപ്പറയാൻ മടിയില്ലാത്ത മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന് വ്യക്തമാണ്. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സൈഡിനെ പറ്റിയൊന്നും ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കാണില്ല. അവർ ജാമ്യം കിട്ടിയില്ല, ജാമ്യം നിഷേധിച്ചു, ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുന്നു. ഇത്തരം കാര്യങ്ങളെ പറ്റിയേ ചർച്ച ചെയ്യത്തുള്ളൂ. ഈ ജയിലിൽ കിടക്കുന്ന ഇവനൊക്കെ വേണ്ടിയിട്ട് ഈ കപിൽ സിബലിനെ പോലെയുള്ള വക്കീലിനെ വെച്ച് ഇത്രയും കോടികൾ ചെലവഴിക്കാൻ ആരാണ് പിന്നിൽ? എവിടുന്നാണ് ഈ ഫണ്ട് വരുന്നത്? ഇതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇവർ ചിന്തിക്കില്ല, ഇവർ പറയില്ല. അവർ ചിന്തിക്കും, പക്ഷെ സംസാരിക്കില്ല. കാരണം അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ ആ പണം കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ചിന്തിക്കണം ശരിക്കും. രാജ്യവിരുദ്ധരാണ്, തീവ്രവാദികളാണ്, ജിഹാദികളാണ് എന്ന് സുപ്രീം കോടതിക്ക് പോലും ബോധ്യമായ 2 പേർക്ക് വേണ്ടിയിട്ട് കപിൽ സിബലിനെ പോലെയുള്ളൊരു വക്കീലിനെ ഇറക്കാനും, അയാൾക്ക് കാശ് കിട്ടിയാൽ മതി. ഇത്തരം എല്ലാ വള്ളിക്കെട്ട് കേസും അയാൾ എടുക്കുന്നതാണ്. അയാളിവിടെ കേരളത്തിൽ വരെ വന്ന് അയാൾ ഈ വാദിച്ചിട്ട് പോവുകയും അഖില ഹാദിയനെ അയാളെ വിളിച്ചു വരുത്തിയത് ആരാണോ അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കപിൽ സിബൽ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൊഴിലാണ്, അയാൾ ചെയ്യും. പക്ഷേ ആ പണം എവിടെ നിന്ന് ഇവർ കളക്ട് ചെയ്യുന്നു, എവിടെയൊക്കെ വിതരണം ചെയ്യുന്നു, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നീരാളി കൈകൾ ഇങ്ങനെ കേരളത്തിൽ വരെ നീണ്ടു കിടക്കുന്നു എന്ന ആ ഞെട്ടിപ്പിക്കുന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവരൊന്നും ഒരു ഗുണവും ഇല്ലാത്ത, ഈ പ്രമോദ് രാമനും അബ്ജോദിനും ഒന്നും ഒരു ഗുണവും ഇല്ലാത്ത ഇവനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് മറ്റുള്ളവരെ വെറുപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവർക്ക് ഗുണമുണ്ട്. പണമാണ് അവർ കാണുന്ന ആ ഗുണം. തൽക്കാലം ഷാർജിൽ ഇമാമും ഉമർ ഖാലിദും ജയിലിൽ തന്നെ കിടക്കട്ടെ. പണം ഒരു സൈഡിൽ കൂടെ പൊക്കട്ടെ, നമുക്കെന്ത് ചെയ്താൽ.